യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരംഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഹരി ഓം തത്സത്. ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു 3 തവണ കൂട്ടായി ഓങ്കാരം ജപിക്കുക. ആ ജപിക്കുന്ന സമയത്ത് ആ കൂട്ടധ്വനി ആഗോളവ്യാപകമായ ഒരു പ്രസരണം രചിക്കണമെന്ന് വിചാരിച്ചു വേണം ചെയ്യാൻ. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും സന്തുഷ്ടിയും സമൃദ്ധിയുമാണ്. അങ്ങനെ മനസ്സ് ഭൂമിയോളം അങ്ങോട്ട് വികസിക്കട്ടെ. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, വിഷമിക്കാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് വായും മനസ്സും തുറന്നുകൊണ്ട് എൻ്റെ കൂടെ ജപിക്കുക. എൻ്റെ ശബ്ദത്തെ കവച്ചു വയ്ക്കുന്നതാകണം നിങ്ങളുടെ കൂട്ടായ ധ്വനി. ഹരിഹി ഓ ആരും ജപിക്കണില്ലേ നിങ്ങൾ? ഓരോ കൊല്ലം ചെല്ലുന്തോറും മടി കൂടി വരികയാണ് അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ശ്ലോകം ചൊല്ലിത്തരാം, എല്ലാവരും ഏറ്റു ചൊല്ലു. അതിലെങ്കിലും മടിയില്ല എന്ന് വിചാരിക്കാം. തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി തദാ മുക്തിർയദാ ചിത്തം
ന വാഞ്ചതി ന ശോചതി ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി ന ഹൃഷ്യതി ന കുപ്യതി. എൻ്റെ മുമ്പിലിരിക്കുന്നത് വളരെ അനന്യമായിരിക്കുന്ന ഒരു സദസ്സാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് പറയും. ആ തലസ്ഥാന നഗരത്തിൽപ്പെട്ടവരും പരിസരത്തിൽപ്പെട്ടവരുമാണ് മിക്കവാറും ഇവിടെ വന്നു കൂടിയിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും സംസ്കാരം എന്ന് പറഞ്ഞതിനോട് വലിയ പ്രതിപത്തിയും ആഭിമുഖ്യവും പ്രതിബദ്ധതയുമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ് ആത്മജ്ഞാനം, ആത്മജ്ഞാനസിദ്ധി, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്ന ആ ഒരു കൃത്യം. എല്ലാവർക്കും അറിയാം, നാം ജനിച്ച് ജീവിക്കുന്നത് പലതുകൊണ്ടും നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു ലോകമാണെന്ന്. ആരും ഈ ലോകത്തിലെ അങ്ങേയറ്റം പുകഴ്ത്തുക അങ്ങനെ ഒരു സമ്പ്രദായം ഇതുവരെ കേട്ടിട്ടില്ല. പ്രായം ചെല്ലുന്തോറും മനസ്സിന് വിഷമാണ്. നമ്മുടെ ഇടയിലൊരു പഴമൊഴിയുണ്ട്, 60-നപ്പുറം പിറുപിറുപ്പ് എന്ന്. അതിൽപ്പെട്ടവരാണ് ഒരുമാതിരി എല്ലാ ആൾക്കാരും. ഞാൻ ഇതേവരെ എൻ്റെ ജീവിതത്തിൽ പലരുമായി കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രായം കൂടിയവരോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വയസ്സ് കൂടുമ്പോൾ എന്താണ് ലോകത്തെ പറ്റിയ അനുഭവം? അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ കാര്യം, ഈ 60-നപ്പുറം പിറുപിറുപ്പ് എന്ന് പറഞ്ഞതാണ്. അതിൽ ഞാൻ 1-2 ആളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്വാമിജി, വയസ്സാകുമ്പോൾ ജീവിതത്തിൽ സന്തോഷം കൂടുതലാണ്. ചെറുപ്പകാലത്തൊന്നും ക്ഷമയുണ്ടാവില്ല, ഒന്നും സഹിക്കാനും പറ്റില്ല, വേണ്ടതുപോലെ ഇരുന്ന് ആസ്വദിക്കാനും പറ്റില്ല. വീട്ടിലുള്ളവർ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണിക്കൂറുകളോളം സമയം ചിലവാക്കി നല്ല വെപ്പും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊരു അരമണിക്കൂറോ 40 മിനിറ്റോ ഇരുന്ന് ഭംഗിയായി വിളമ്പിത്തന്ന് ചോദിച്ച് അങ്ങനെ വർത്തമാനം പറയാതെ അത് ചവച്ച് അതിൻ്റെ രസം ആസ്വദിച്ച് ഊണ് കഴിക്കുക എന്നുള്ളവർ നിങ്ങളുടെ ഇടയിൽ എത്ര പേരുണ്ടാവും? അവർ കഷ്ടപ്പെട്ടാണ് വെച്ച് വിളമ്പുക. അത് കഴിക്കണതോ മൂക്ക് കൂടിയും വായു കൂടിയും കോരി എങ്ങനെയെങ്കിലും അകത്താക്കി ഒരൊറ്റ പോക്കെ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒരു ഗൃഹനായിക തൻ്റെ കുടുംബനാഥൻ വേണ്ടതുപോലെ ഭക്ഷണം കഴിച്ചു, ഞാൻ കൊടുത്തത് വിളമ്പി രുചിച്ചു കഴിച്ചു എന്നൊരു കൃതാർത്ഥത നമുക്കില്ല. അത്രയ്ക്ക് തിരക്കാണ്. ഈ തിരക്കൊക്കെ പോകുന്നത് വയസ്സാവുമ്പോഴാണ്. തിരക്കണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ എല്ലാറ്റിനെയും നോക്കിയാൽ ആ ജീവിതത്തിനും ലോകത്തിനും സൗന്ദര്യം കൂടുതലാണ് എന്ന് പറയുന്ന 2 ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ പഴയ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ലോകം. ആ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ പൂർണ്ണമായ ഒരു വിരാമം കിട്ടുന്നതിനാണ് മുക്തി എന്ന് പറയുക. വാസ്തവത്തിൽ ഈ മോചനം എന്തിൽ നിന്നാണ്? നമ്മുടെ വികാരനിർഭരമായിരിക്കുന്ന മനസ്സിൻ്റെ കെണിയിൽ നിന്നും ആലോചനാമഗ്രമായി കാര്യങ്ങളെ തലങ്ങും വിലങ്ങും പരിഗണിച്ച് ചിന്തിച്ച് വിഷമിപ്പിക്കുന്നതായ ബുദ്ധിയുടെ ആ നെയ്ത്തിൽ നിന്നും വലയിൽ നിന്നുമുള്ള മോചനമാണ്. Actually, what you call liberation or freedom is actually the freedom from the shackles of the mind and the intelligence. Shackles of the mind and the intelligence. You must be free from them. This kind of a freedom is meant by the term mukti or mojana, particularly Jivan Mukti, liberation while you are still alive. ഇതാണ് വാസ്തവത്തിൽ മോക്ഷം. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചിലരൊക്കെ ഇപ്പം അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. ഇനിയൊരു മാതൃഗർഭത്തിൽ നുഴയാണ്ടിരിക്കണം എന്ന് പറയും. അവരിപ്പം നുഴഞ്ഞത് അവർക്കറിയോ? പിന്നെ എന്തിനാ ഇനിയൊരിക്കുക നുഴയരുത് എന്ന് പറയണേ? പറയുക എന്തെങ്കിലും, ആലോചനയില്ല, വല്ലതും പറയുക. നമ്മൾ ഈ ജീവൻ മുക്തി, ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് വേദങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്.
ഇതിഹാസ പുരാണങ്ങളുണ്ട്. പുരാണങ്ങൾ 18, ഉപപുരാണങ്ങൾ വേറെ ഒരു 18, അങ്ങനെ 36 പുരാണങ്ങളാണ് നമുക്കുള്ളത്. ഇതിഹാസങ്ങൾ രാമായണം, മഹാഭാരതം എന്ന് പറയുന്നത് വേറെയും. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ശാസ്ത്രങ്ങളിലും പ്രതിപാദിക്കുന്ന ഒരൊറ്റ വിഷയം ഈ മുക്തിയാണ്, ഫ്രീഡമാണ്. ഇത് വാസ്തവത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ്. എവിടെയാണോ നമുക്ക് ബന്ധനം, വിഷമം, സങ്കടമുള്ളത്, അതേ സ്ഥലത്ത്, അതേ സ്ഥാനത്ത്, അതേ ശരീരമുള്ളപ്പോഴും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉള്ളപ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന മോചനത്തിനാണ് വാസ്തവത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ ശരീരം വീണു പോയിട്ട് കിട്ടുന്നതല്ല. ശരീരത്തിൻ്റെ വീഴ്ച പോലും നമ്മൾ അറിയാൻ പോണില്ല. ഞാൻ മരിക്കണു എന്ന് പറഞ്ഞ് മരണത്തെ അനുഭവിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാളുമില്ല. ഞാൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ജനനം അനുഭവിച്ച ആളുമില്ല. നമ്മുടെ അനുഭവം മുഴുവൻ ജനന മരണങ്ങൾക്ക് മധ്യത്തിലാണ്. ആ മധ്യാവസ്ഥയിൽ വേണം ഈ മോക്ഷസുഖം എന്ന് പറയുന്നത് അനുഭവിക്കാനും. ഞാൻ എന്തിനത് പറയണമെന്നറിയോ? ഈ അഷ്ടാവക്ര സംഹിതയിൽ പ്രതിപാദിക്കുന്ന ആ വിഷയ രീതിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങളെ എല്ലാവരും ഇവിടെ ഒരു ശ്ലോകം ചൊല്ലിയല്ലോ. തഥാ മുക്തി യഥാ ചിത്തം ന വാഞ്ചതി ന ശോചതി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ മോക്ഷത്തിനെ പറ്റി, ജീവനെ പറ്റി, ആത്മാവിനെ പറ്റി, ജ്ഞാനത്തിനെ പറ്റി, അജ്ഞാനത്തിനെ പറ്റി എന്തെല്ലാം ശാസ്ത്രങ്ങളും പ്രതിപാദനങ്ങളുമാണ്. ശരീരത്തിൽ 5 കോശമുണ്ടത്രേ. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതിന് ശേഷമാണ് ഒരു ജീവൻ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, എന്തൊക്കെയാണ് നമുക്ക്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, മഹത്ത്, അവ്യാകൃതം, ഇതൊക്കെ ഈ അധ്യാത്മ മേഖലയിൽ നാം ഉപയോഗിക്കുന്ന പദങ്ങളും സങ്കല്പങ്ങളുമാണ്. ഇങ്ങനെ പലതും വായിച്ച് ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. ശാസ്ത്രങ്ങൾ തന്നെ വായിച്ച് പല വിധത്തിലും ഇടയിളക്കം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴാണോ ശാന്തമായി, നിശ്ചലമായി, ഏകലഗ്നമായി നിൽക്കുന്നത്, അതാണ് വാസ്തവത്തിൽ യോഗം എന്ന്. അപ്പം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരു സ്ഥിരത നൽകി ഉറപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ മോക്ഷം പോലും. അതാണ് അഷ്ടാവക്രൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ വലിച്ചൊരേറ് കൊടുക്കും, കൊടുക്കും. ഇത് മനസ്സിലാക്കിയാൽ മതി. തഥാ മുക്തി, അപ്പോഴാണ് മുക്തി, മോചനം. യഥാ ചിത്തം, എപ്പോഴാണോ മനസ്സ്, ന വാഞ്ചതി ന ശോചതി, ഒരു വിധത്തിലും അഭിലഷിക്കാത്തത്, ആഗ്രഹിക്കാത്തത്, അതേ സമയത്തിൽ ഒരു തരത്തിലുള്ള ബാധയോ സങ്കടമോ ഇല്ലാതെ ഇരിക്കുന്നത്. ന മുഞ്ചതി, ഒന്നിനെയും വിടുന്നില്ല. ന ഗൃഹാതി, ഒന്നിനെയും ഗ്രഹിക്കുന്നുമില്ല. ന ഹൃഷ്യതി, പ്രത്യേകിച്ച് സന്തോഷിക്കുന്നില്ല. ന കുപ്യതി, കോപിക്കുന്നുമില്ല. കൂട്ടരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ നിന്നാണ് പല വിധത്തിലുള്ള വികാര വിക്ഷുബ്ധതകൾ ഉണ്ടാകുന്നത്. ആ മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങളും വിക്ഷുബ്ധതകളുമെല്ലാം ആ മനസ്സിൽ തന്നെ ഉപശമിക്കണം. മനസ്സിനുള്ള വിക്ഷോഭമാണ് നമ്മുടെ മോക്ഷത്തിന് വിരോധമാണ് ബന്ധനം എന്ന് പറയുന്ന സ്ഥിതി. എല്ലാറ്റിനെയും മനസ്സിൻ്റെ ഭാഷയിൽ, മനസ്സിൻ്റെ ഭാവപ്പകർച്ചകളിൽ അതിൽ മനസ്സിലാക്കൂ. മനസ്സൊന്ന് മാത്രമാണ് നമുക്ക് അനുഭവത്തിന് കേന്ദ്രീകരണം. നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എണീറ്റു എന്നുള്ള തോന്നൽ അനുഭവം മനസ്സിലാണ്. അവിടുന്ന് അങ്ങനെ നടക്കുന്നത് മുഴുവനും മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. ആ മനസ്സാണ് ജാഗ്രത അവസ്ഥയിലുള്ള എല്ലാ വ്യവഹാരങ്ങളെയും വ്യവഹാര ഫലങ്ങളെയും ഒറ്റടിക്ക് മാച്ച് തന്നെയും കൂടി മാച്ചില്ലാതെയാക്കി കിടന്നുറങ്ങുന്നത്. അതും നമ്മുടെ ഉള്ളു രചിക്കുന്ന ആ പ്രക്രിയയും അതിൻ്റെ ഫലവുമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വളർച്ചയുണ്ടോ?
അകത്തുനിന്ന് പുറത്തേക്കല്ലാതെ പുറത്തു നിന്ന് അകത്തേക്കൊരു വളർച്ച. നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ പുറമേ നിന്നല്ല ഉണരുന്നത്, ഉള്ളിൽ നിന്നാണ് ഉണരുന്നത്. ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലാണ് നമ്മുടെ ഗ്രഹണം. ഈ ലോകത്തിന് മുഴുവൻ കാണുന്നത് എവിടെ? നമ്മുടെ ഉള്ളിൽ. എവിടെ? നമ്മുടെ മനസ്സിൽ. ആ മനസ്സിലാണ് ഈ സമീകരണം പവിത്രത ആവശ്യം. ആ പവിത്രതയുടെ സ്വഭാവം പറയുകയാണ് അഷ്ടാവക്ര മഹർഷി ജനകനോട്. തഥാ മുക്തിർയഥാ ചിത്തം. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, സാധാരണ നിങ്ങൾ പറയുന്നതും നാമകരണം ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ മനസ്സ്, ആ മനസ്സ് ന വാഞ്ചതി ന ശോചതി. ഇറ്റ് ഫീൽസ് quite content within itself. ന വാഞ്ചതി. There is no scope for any desire whatsoever. The mind becomes fulfilled, the mind becomes contented, the mind becomes full and abundant in itself, in its own presence, by its own presence. അങ്ങനെ ഒരു നില നമുക്കുണ്ട്. ആ സമയത്ത് നമുക്ക് ദുഃഖവും ഉണ്ടാവില്ല. ആരാണ് ഈ ദുഃഖം രചിക്കുന്നത്? പുറമേ നിന്നുള്ള ഒരൊറ്റ ഘടകം നമുക്ക് ദുഃഖം രചിക്കുന്നില്ല. നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് ആ ഘടകത്തെക്കുറിച്ച് നമ്മൾക്കുള്ള പ്രതികരണമാണ് ദുഃഖം. അപ്പം ദുഃഖാനുഭവം പുറമേ നിന്ന് ഒരാളോ ഒരു വസ്തുവോ രചിച്ചിട്ടല്ല. സുഖസ്യ ദുഃഖസ്യ ന കോപി ദാത പരോ ദദാതീതി കുബുദ്ധിരേഷ അഹം കരോമീതി വൃഥാഭിമാനഃ സ്വകർമ്മസൂത്രഗ്രഥിതോ ഹി ലോകഃ. അധ്യാത്മരാമായണത്തിലൊരു ശ്ലോകമാണിത്. സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് അനുഭവം ഒരാളും നമ്മളിൽ രചിക്കുന്നില്ല. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു. ചീത്ത പറയുമ്പോൾ അയാൾക്ക് നല്ല രസവും സന്തോഷവുമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം. അയാൾ തൻ്റെ സുഖത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് നമ്മളെയും സുഖിപ്പിക്കാത്തത് എന്താ? ഒന്ന് പറയൂ നിങ്ങൾ. നിങ്ങൾക്ക് മാത്രം അത് അരുചി, അദ്ദേഹത്തിനോ വലിയ രുചിയും. നിങ്ങളത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്നെ കുറ്റം പറഞ്ഞിട്ട് അങ്ങോർക്ക് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റൊരാൾക്ക് സുഖം നൽകി എന്ന് പറഞ്ഞ് നിങ്ങൾ തുള്ളിച്ചാടിൻ. എന്തുകൊണ്ട് പറ്റില്ല? സാധിക്കും. നമ്മുടെ മനസ്സാണ് എല്ലാറ്റിൻ്റെയും താക്കോല്. ഒരു ഭാഗത്ത് ജീവൻ, ഒരു ഭാഗത്ത് ആത്മാ, പിന്നെ ഒരു ഭാഗത്ത് പരമാത്മാ, പിന്നെ ഒരു ഭാഗത്ത് പരബ്രഹ്മം. എന്തൊക്കെയാ? അതല വിതല സുതല മഹാതല രസാതല പാതാല. ഏഴ് ലോകം മേപ്പുറത്തും. എന്തൊക്കെ വായിച്ച് എന്തിൻ്റെയൊക്കെ പിന്നാലെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. വലിച്ചൊരേറാ കൊടുക്കൂ. ഇത്രയേ ചെയ്യാനുള്ളൂ. ന വാഞ്ചതി ന ശോചതി. മനസ്സ് ആഗ്രഹിക്കുന്നതിൻ്റെ നിഷ്ഫലത മനസ്സിലാക്കട്ടെ. ആഗ്രഹിച്ചത് കൊണ്ട് ഒരു സംഗതി ഇവിടെ ഉണ്ടാവില്ല, ആഗ്രഹിക്കാത്തത് കൊണ്ടോ ഒന്നുമില്ലാതെയുമാവില്ല. ആഗ്രഹം എന്ന് പറയുന്നത് അപൂർണതയിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. പൂർണ്ണതയും അപൂർണതയും മനസ്സിനാണ്. ആ മനസ്സിനെ പൂർണ്ണമാക്കാനുള്ള തത്വചിന്തകൾ, തത്വവിചാരധാര നാം അംഗീകരിച്ച് വളർത്തി പോഷിപ്പിച്ച് ശക്തമാക്കി പിന്തുടരണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ അഷ്ടാവക്ര സംഹിതയ്ക്കുള്ള വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സിനെ ലാക്കാക്കി, മനസ്സിനെ ആധാരമാക്കി, മനസ്സ് തന്നെ വരുത്തുന്ന പരിഷ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹിക്കോ ഇല്ലയോ എന്ന് സംശയത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു ഈശ്വര സങ്കല്പം ഇവിടെ ഇല്ല. നമ്മുടെ ഭൂമണ്ഡലത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഘടകത്തിനെക്കുറിച്ചും ഇതിൽ ആലോചിക്കുന്നില്ല. തൻ്റെ വ്യക്തിത്വമാണ് എല്ലാറ്റിനും പ്രമാണം. ആ വ്യക്തിത്വത്തിൽ ശരീരം എന്നൊരു സ്ഥൂല ഘടകമുണ്ട്. ആ ശരീരത്തെ അനുഭവിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ചേതനാമയമായ മനസ്സാണ്. ആ മനസ്സിനാണ് എല്ലാ വിധത്തിലുള്ള പരിവർത്തനങ്ങളും പരിഷ്കാരങ്ങളും നാം കൊണ്ടുവരേണ്ടത്. അത് മുഴുവൻ വിചാരരൂപത്തിൽ, ചിന്താരൂപത്തിൽ, ഭാവാത്മകമായി കൊണ്ടുവരേണ്ടതാണ്. വേറെ ഒരു സ്ഥലത്തേക്കും ഉറ്റുനോക്കി പോകരുത് എന്നത് മാത്രമാണ് അഷ്ടാവക്ര ഗീതയുടെ സന്ദേശം. ഈ ചർച്ച വേണ്ടതുപോലെ കേൾക്കുമ്പോൾ, ആ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമ്മുടെ മനസ്സിലുണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലമുണ്ടാവും. ജനക മഹാരാജാവിനുണ്ടായതുപോലെ. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരം നേടൂ ഇവിടെ തന്നെ, ഇപ്പോൾ തന്നെ. നിങ്ങൾ പറയുന്ന ഞാൻ
ആ ഞാൻ എന്നൊരു സങ്കല്പമുണ്ടല്ലോ എന്നൊരു പ്രത്യയം, അത് ശരീരത്തിൻ്റെ പുറത്തല്ല, ശരീരത്തിൻ്റെ ഉള്ളിലാണെന്ന് സമ്മതിക്കാത്ത ഒരു കുഞ്ഞു പോലും ലോകത്തുണ്ടാവില്ല. ഞാൻ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നത് ഞാൻ പുറത്തല്ല. ആ ഞാൻ നമ്മൾ പറയാൻ തുടങ്ങിയത് മുതൽ 90 വയസ്സായാലും അത് മാറിയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെയോ എൻ്റെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പെട്ടതൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പം മാറാത്ത ഒരു സാന്നിധ്യമോ അസ്തിത്വമോ ഉണ്ടെങ്കിൽ, ഘടകമുണ്ടെങ്കിൽ അത് ഞാനാണ്. ആ ഞാനെ അതിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കൂ, അതിൻ്റെ പ്രഭാവം ഉണരൂ, അതിൻ്റെ പ്രാബല്യം ഗ്രഹിക്കൂ, അതിൻ്റെ മാഹാത്മ്യം ഭാവന ചെയ്ത് മനസ്സിലും ബുദ്ധിയിലും ഉറയ്ക്കട്ടെ. അതിൻ്റെ ഔന്നത്യം കൈക്കലാക്കൂ. മനുഷ്യജീവിതം അതിനു വേണ്ടിയിട്ടാണ്. ഉൾമണ്ഡലത്തിൽ ഇറങ്ങിച്ചെന്ന് പരിശോധിച്ച് നോക്കി, അതിൻ്റെ ഉൾത്തലങ്ങളിലും ഉള്ളറകളിലും ചെന്ന് അതിൻ്റെ ഗുണമഹിമകൾ, ഗുണമാഹാത്മ്യങ്ങൾ, ഗുണമൂല്യങ്ങൾ, ഗുണാലങ്കാരങ്ങൾ എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി ഓരോന്നും ഭാവന ചെയ്ത് ഉൾക്കൊള്ളുക, സ്വാംശീകരിക്കുക, ആത്മസാത്കരിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. മയ്യനന്തമഹാംബോധൗ ജഗദ്വീചി സ്വഭാവതഃ ഉദേതു വാസ്തമായാതു നമേ വൃദ്ധിർ നചക്ഷതി. പറഞ്ഞു തരാം, ഏറ്റു ചൊല്ലൂ. മയ്യനന്തമഹാംബോധൗ ജഗദ്വീചിഃ സ്വഭാവതഃ ഉദേതു വാസ്തമായാതു നമേ വൃദ്ധിഃ നചക്ഷതിഃ. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, മഹാസാഗരമായ എന്നിൽ വിശ്വം എന്ന് പറയുന്ന വഞ്ചി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന കാറ്റ് തട്ടി അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ആദ്യത്തെ ഗ്രഹണം. അത് സ്ഥൂല സാദൃശ്യമാണ് അവിടെ പറയുന്നത്. എൻ്റെ ഉള്ളിൽ മഹാസാഗരം, അതാണ് ഞാൻ. അതിൽ ഈ വിശ്വം എന്ന് പറയുന്നത് ആ മഹാസാഗരത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? മഹാസാഗരമാണ് മനസ്സ്. അതിൽ വിശ്വം എന്ന് പറയുന്ന ഈ സ്ഥൂല പ്രപഞ്ചമുണ്ടല്ലോ, അത് വളരെ കുറവാണ്. നിങ്ങൾ വിചാരിച്ചു പോകരുത് ഈ വിശ്വപ്രപഞ്ചം വളരെ വലുതാണെന്ന്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി കണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നതാണ് അനന്തമായിരിക്കുന്ന ആകാശകോശം. The sky or space is a kind of a wonderful presence which you can perceive and actualize through your naked eyes. ഈ ആകാശത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് വിഭാവനം ചെയ്യൂ. ആ ആകാശത്തിൻ്റെ ഉള്ളിലുള്ള ഗോളങ്ങൾ എത്രയുണ്ട് എന്നൊന്ന് നോക്കിക്കാണൂ. ഈ ഗോളങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് ഒരു പന്ത് പോലെ ആക്കിയാൽ എത്രയുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? ആകാശത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഡെസിമൽ അത് കഴിഞ്ഞ് 19 പൂജ്യം ഇട്ട് കഴിഞ്ഞ് ഒരു 1 ഇട്ടാൽ എന്തായിരിക്കുമോ അതിന് ആനുപാതികത്വം. അതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥൂല വസ്തുക്കൾ. If you were to aggregate all the celestial bodies and planets in the entirety of space, collect them together, they will still be in proportion a decimal and 19 zeros and then 1 of the totality of space. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് മഹാസാഗരമായിരിക്കുന്ന എന്നിൽ വിശ്വം എന്ന് പറയുന്ന കപ്പൽ തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാറ്റ് തട്ടി ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് എന്താ? ആ സ്ഥൂലത വിട്ടുകളഞ്ഞ് കുറച്ചും കൂടി ആലോചിപ്പിക്കണു. മയ്യനന്തമഹാംബോധൗ ജഗദ്വീചിഃ സ്വഭാവതഃ. മഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ ഈ ജഗത്ത് എന്ന് പറയുന്ന തരംഗം ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ജഗത്ത് എന്ന് പറയുന്നത് ഒരൊറ്റ തരംഗം, അനവധിയല്ല. ആ ഒരു തരംഗത്തിന് സമുദ്രത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ആനുപാതികമായി അതിന് എന്തായിരിക്കും ആക്കമോ തൂക്കമോ?
അതുപോലെയാണ് ഈ പ്രപഞ്ചം എന്നിൽ ആഞ്ഞുലഞ്ഞു നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വിചാരം എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാ. എൻ്റെ ശരീരം വളരെ കുറവ്. ലോകത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ, ഭൂമിയോട് തട്ടിച്ചു നോക്കുമ്പോൾ നിസ്സാരമാണ് എൻ്റെ ശരീരം. നമ്മൾ ശരീരത്തെ പറ്റിയല്ല പറയുന്നത്, പറയേണ്ട ആവശ്യമില്ല. ശരീരം നമുക്ക് കണ്ണുകൊണ്ട് കാണാം, നിങ്ങൾക്ക് അളന്നെടുക്കാം, പൊക്കം വണ്ണം തൂക്കമൊക്കെ. അതിന് നമുക്ക് അധ്യാത്മം ആവശ്യമില്ല, സ്പിരിച്വാലിറ്റി ആവശ്യമില്ല. സ്പിരിച്വാലിറ്റി കംസ് ഇൻ ടു ക്വസ്റ്റ്യൻ ആൻഡ് ഓഫ് യൂട്ടിലിറ്റി ഓൺലി വെൻ യു സ്റ്റാർട്ട് ഡെൽവിങ് ഇൻസൈഡ് ദ ബോഡി and try to understand and actualize the inner dimensions presented by the mind, intelligence and ego. അവിടെ മാത്രമേ അധ്യാത്മം വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സ് അനന്തമായിരിക്കുന്ന ഒരു മഹാസമുദ്രമാണ്. ആ സമുദ്രത്തിൽ ഈ വിശ്വം എന്ന് പറയുന്നത് വെറും ഒരു തരംഗം മാത്രം. അവിടെ അത് ഉദിക്കട്ടെ അസ്തമിക്കട്ടെ, ഈ വാക്കിന് വലിയ അർത്ഥമാണ് കൂട്ടരെ. അവിടെ ഉദിക്കട്ടെ അസ്തമിക്കട്ടെ. ഈ വിശ്വം എന്ന് പറയുന്ന ആ തരംഗം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ രാപ്പകലുണ്ടോ? എന്താ മിണ്ടാത്തെ? പകലേ ഉള്ളൂ, രാത്രി ഇല്ല. പകൽ തന്നെ എപ്പോഴൊക്കെ ഉണ്ട്. ഒരു ചിന്ത വന്നു താന്നു പോയി. അതാണ് ഉദേതു വാസ്തമായാതു എന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത ഒറ്റ ചിന്ത കാലത്ത് മുതൽക്ക് ഉറങ്ങുന്നവരെ ഒരു ചിന്തയല്ല. എത്രയോ വികാരങ്ങളും ചിന്തകളും വിചാരങ്ങളും ആലോചനകളും നിഗമനങ്ങളും പലതും നടക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നു. ഒരു ചിന്ത വന്നാൽ ആ ചിന്തയ്ക്ക് നിൽപ്പില്ല, സ്ഥായിയായ നിൽപ്പില്ല. അത് വന്നതുപോലെ ഇല്ലാതെയാവുന്നു. ഒരു കളിമണ്ണിൽ നിന്ന് കുടങ്ങളുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ കുടം അവിടെ നിരത്തി വയ്ക്കും. മണ്ണിങ്ങനെ കഴിയും, ഉണ്ടാക്കിയ കുടത്തിൻ്റെ നമ്പർ ഇങ്ങനെ കൂടും. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തകൾ പുറപ്പെട്ടാൽ ആ പുറപ്പെട്ട ചിന്തകൾ അവിടെ വയ്ക്കണ്ടേ, അവിടെ ഇരിക്കണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ത ഇരിക്കുന്നുണ്ടോ? എന്താ മിണ്ടാതെ? ഉണ്ടോ? തീർച്ച. എവിടെ പോയി? അപ്പോൾ ഇല്ലാത്ത ഒരു സാധനത്തെക്കുറിച്ചാണോ നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത്? എവിടെയാണോ തൻ്റെ ചിന്ത? അത് പോയി, ഇന്നലെ ആയിരുന്നു. ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്തലത്തിൽ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അനന്തസമുദ്രമായിരിക്കുന്ന എന്നിൽ, മഹാസമുദ്രമായിരിക്കുന്ന എന്നിൽ ഈ വിശ്വം എന്ന് പറയുന്ന തരംഗം ഉദിച്ചും അസ്തമിച്ചും കഴിയുന്നു. അതുകൊണ്ട് എനിക്കെന്ത് വേണം? ഉദിക്കുന്നത് അത്, അസ്തമിക്കുന്നത് അത്. ഞാൻ ഉദിക്കുന്നുണ്ടോ? എന്താ മിണ്ടാത്തെ? നിങ്ങൾ ഉദിക്കുന്നുണ്ടോ? നിങ്ങളില്ലാതെയാവുണ്ടോ? നിങ്ങൾ ജനിച്ചതിന് ശേഷം ഞാൻ ഇല്ലാതെയായ ഏതെങ്കിലും ഒരു നിമിഷം എന്നോട് പറയാമോ? നിങ്ങളില്ലാതെയായിട്ടുണ്ടോ? പിന്നെ എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം? ഇനി ഉദിച്ചില്ലാതെയാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെപ്പറ്റി വറി ചെയ്യാൻ നിങ്ങളെക്കാളേറെ ഭോഷന്മാരുണ്ടോ? എന്താ മിണ്ടാതെ? ഉദിച്ചസ്തമിക്കുന്നത് നിങ്ങളല്ലപ്പാ. നിങ്ങളല്ലാത്തൊരു സാധനമാണ് ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. നീ ഉദിച്ചോ, നീ അസ്തമിച്ചോ, എനിക്കെന്ത് വേണം? ഞാൻ ഉദിക്കാതെയും അസ്തമിക്കാതെയും നിൻ്റെ ഉദയാസ്തമനങ്ങൾക്ക് ആധാരമായി അധിഷ്ഠാനമായി ഇതാ പരിലസിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ അധിപന്മാരായി, യജമാനന്മാരായി, മാസ്റ്റർമാരും മിസ്ട്രസ്മാരായി എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല? സാധിക്കണം എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യരോടുള്ള ഉപദേശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെന്നായ്ക്കളോടും ആനകളോടുമുള്ള ഉപദേശമല്ല, മനുഷ്യരോടുള്ളതാണ്. എടോ മനുഷ്യ, തനിക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധി ആലോചിക്കാനാണ്. ആ ആലോചനയുടെ മഹിമ അനുഭവിപ്പിക്കാനാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സും ബുദ്ധിയും കൂടി ഒരു ദൗത്യം, അവർ തമ്മിലൊരു വിവാഹം ഭംഗിയായിട്ട് നടന്ന് ആ ആലോചനാപരമായ ബുദ്ധിയും അതിനെ അനുസരിക്കുന്ന മനസ്സുമായി സന്തോഷ സമ്മഗ്നരായി ജീവിക്കൂ എന്നാണ് നമ്മളോട് പറയാനുള്ളത്. ഉദേതു വാസ്തമായാതു നമേ വൃദ്ധി നചക്ഷതി. വിശ്വം എന്ന് പറയുന്ന തരംഗം നിങ്ങളുടെ അനന്ത മഹാസാഗരത്തിൽ ഒന്നങ്ങോട്ട് ഉദിച്ചാൽ
സമുദ്രത്തിൽ ഒരു തരംഗം പൊട്ടിയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവിടെ? എന്താ മിണ്ടാതെ? ആ തരംഗത്തോളം സമുദ്രം കൂടുന്നുണ്ടോ? എന്താ നിങ്ങൾ മിണ്ടാതെ? ഒന്നും മറുപടി പറയുന്നപ്പ. ചിന്തകൾ പുറപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലുണ്ടോ? അത് പോയത് കൊണ്ട് നാശമുണ്ടോ? ഈ ചിന്തകളുടെ വൃദ്ധിയും ക്ഷയവും ഉണ്ടാവുന്നത് തന്നെ അതിനനുസരിച്ച് നിങ്ങൾ കൂടണമില്ല കുറയണമില്ല എന്ന് തെളിയിപ്പിക്കാനാണ്. അത് കണ്ട് സന്തോഷമായിട്ടുള്ളൂ ഇരിക്കൂ. ചിന്തകളെ നിങ്ങൾ വന്നോളൂ, അത് കഴിഞ്ഞ് പൊയ്ക്കോളൂ. നിങ്ങൾ എത്ര വന്നാലും പോയാലും ഈ ഉള്ളവന് ഒരു കുറവുമില്ല ഒരു കൂടുതലുമില്ല എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിനപ്പാ. തുള്ളേൻ ചാടേൻ. ഇത് അറിവാണ്. ഈ അറിവിലാണ് ആനന്ദം, ഇതിലാണ് ആഹ്ലാദം, ഇതിലാണ് ഉൾനിറവ്, ഉൾമഹിമ. ഇത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. തിന്നാനും കുടിക്കാനും വസ്ത്രം ധരിച്ച് ഞെളിയാനുമുള്ളതല്ല മനുഷ്യജന്മം. ബുദ്ധിയില്ലാത്തൊരു ജനത ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുദ്ധിയില്ലാത്തൊരു ജനത ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാംസപേശിയുടെ ബലം കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ ഇവിടെ പറ്റില്ല. ബുദ്ധി നയിച്ചാൽ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യൻ കൈവരിച്ചിട്ടുള്ള സഭ്യത, സിവിലൈസേഷൻ ബുദ്ധിയുടെ നേട്ടമാണെന്ന് മനസ്സിലാക്കിക്കോളൂ. സംസ്കാരവും ബുദ്ധിയുടെ നേട്ടമാണ്. കൾച്ചർ എന്ന വാക്കിന് ഡെഫിനിഷൻ തന്നെ ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ് പ്രാക്ടീസ്ഡ് ബൈ എ ലാർജ് സെക്ഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് അർത്ഥം. ബുദ്ധിയുടെ സമ്പത്തില്ലെങ്കിൽ അവിടെ സംസ്കാരമില്ല, സഭ്യതയില്ല. കുറേ തിന്നതുകൊണ്ടും പൂളക്കായ പോലെ വികസിച്ചത് കൊണ്ടും ഒരു കാര്യവുമില്ല. നമുക്ക് കാര്യം വേണമെങ്കിൽ ബുദ്ധിയെടുത്ത് പ്രയോഗിക്കണം. ആ ബുദ്ധിപ്രയോഗമാണ് ദാർശനിക ശാസ്ത്രത്തിൽ മുഴുവൻ കിടന്ന് കളിക്കുന്നത്. ഇത് പ്രാക്ടീസല്ല, ഇതൊരു പെഴ്സൂട്ട് ഓഫ് വിസ്ഡമാണിത്. ഇതൊരു ജ്ഞാനപ്രക്രിയയാണ്. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ വിഷയമാണിത്. അത് അറിവാണ്, അറിയപ്പെടേണ്ടതാണ്, അറിവിനാൽ സമീപിച്ച് കൈക്കലാക്കേണ്ടതാണ്. ആദ്യം മുതൽക്ക് അവസാനം വരെ അത് അറിവ് തന്നെ, അറിവ്. ഞാനിവിടെ ഇരുന്ന് പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മുഴുവനും ആശയദ്യോതകമാണ്. ഓരോ വാക്കിലും ഉള്ളത് ആശയം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കണികകൾ, കഷ്ണങ്ങൾ, ചെറിയ ചെറിയ അംശങ്ങളാണ്. അത് കൂട്ടിച്ചേർത്താണ് അറിവും വാക്യവുമെല്ലാം ആയിത്തീരുന്നത്, പദങ്ങളും വാക്യങ്ങളും. ഉദേതുവാസ്തമായ അതു നമേ വൃദ്ധി നമേ ക്ഷയ. ലോകമേ, നീ എനിക്ക് ഒന്നും കൂട്ടാൻ പറ്റില്ല. ലോകമേ, നീ എനിക്ക് ഒന്നും കുറയ്ക്കാനും പറ്റില്ല. നിങ്ങൾ എന്നോടൊന്ന് പറയൂ. നല്ല ബുദ്ധി ഉപയോഗിച്ച് അനവധി വർഷങ്ങളായി നിങ്ങൾ ജീവിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾക്കിന്ന് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ? എന്താ മിണ്ടാതെ? നിങ്ങളുടെ ശരീരം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടായിരുന്നു. അത് പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ്, അതിലാണ് ബുദ്ധി, അതിലാണ് അഹങ്കാരം. അതിൻ്റെയൊക്കെ അധിഷ്ഠാനമാണ് ആത്മാ. ഈ ശരീരത്തിൻ്റെ നിറവിലോ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും നിറവിലോ ആത്മാവിൻ്റെ പൂർണ്ണതയിലോ നിങ്ങൾ ജനിച്ചതിന് ശേഷം 40ഉം 50ഉം കൊല്ലം കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കടുകട കൂടിയിട്ടുണ്ടോ? എന്താപ്പാ ഒന്ന് പറയപ്പാ. കൂടിയിട്ടുണ്ടോ? കുറഞ്ഞിട്ടുണ്ടോ? എന്താ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത്? ഇനി ഒന്ന് പറഞ്ഞൂടെ കൂടിയിട്ടില്ല എന്ന്? അത് മനസ്സിലാക്കുകയാണ് നമുക്ക് ആവശ്യം. നമേ വൃദ്ധി നചക്ഷതി. നോക്കൂ, എവിടം കൊണ്ടാണ് ഈ നിറവ്? ദ വാല്യൂ ഓഫ് എ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് നോട്ട് ജഡ്ജ്ഡ് ബൈ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് വാട്ട്സോഎവർ ദേ ആർ. You must be rich in the hands of your own mind, in the hands of your own intelligence,
in the hands of your own heart, in the hands of your own emotions, in the hands of your own knowledge and the inner achievement that you can count. ഇതാണ് നമുക്ക് ആവശ്യം. ഒരു പ്രോവർബുണ്ട്, എ മാൻ ഈസ് ജഡ്ജ് നോട്ട് ബൈ വാട്ട് ഹീ ഹാസ് ബട്ട് ബൈ വാട്ട് ഹീ ഈസ്. ഈ അപഗ്രഥത്തിൻ്റെ മുൻപിൽ ഭൗതികങ്ങൾക്കെല്ലാം എന്താണപ്പാ സ്ഥാനം? ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അത്ര വിശേഷപ്പെട്ട മൂല്യനിർവചനമാണിത്. ഉദേതു വാസ്തമായാതു നമേ വൃദ്ധിർന ചക്ഷതി മയ്യനന്തമഹാംബോധൗ വിശ്വം നാമ വികൽപ്പന അതിശാന്തോ നിരാകാരഃ ഏതദേവാഹമാസ്ഥിതഃ. മയ്യനന്തമഹാംബോധൗ, നിങ്ങൾക്ക് ചൊല്ലാനാണ്. മയ്യനന്തമഹാംബോധൗ, മയ്യനന്തമഹാംബോധൗ. ആ ഏറ്റു ചൊല്ലുന്ന മൈക്കിൻ്റെ വോള്യൂം ഒന്ന് കൂട്ടി കൊടുക്കരുതേ. മയ്യനന്തമഹാംബോധൗ, മയ്യനന്തമഹാംബോധൗ. വിശ്വം നാമ വികൽപ്പന, വിശ്വം നാമ വികൽപ്പന. മൂളണമെന്ന് പറഞ്ഞില്ല ഞാൻ കേട്ടോ. അതിശാന്തോ നിരാകാരഃ, അതിശാന്തോ നിരാകാരഃ ഏതദേവാഹമാസ്ഥിതഃ. ഏതദേവാഹമാസ്ഥിതഃ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും മറുപടി പറയണില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എടുക്കാനൊരു ഇഷ്ടമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടണ്ടേ? എൻ്റെ സദസ്യരെ, ശ്രോതാക്കൾ ഇത് ഗ്രഹിക്കണമെന്ന്. ആ ഗ്രഹിക്കണു എന്നൊരു ഫീലിംഗ് നിങ്ങൾ എനിക്ക് തരില്ല. എന്താ ചെയ്യുക അപ്പോൾ? ഞാൻ പറയണോ പറയണ്ടയോ? പറയണമെന്നുള്ളവർ കയ്യൊന്ന് പൊന്തിക്കും. ആ ആ ആ അപ്പം എന്താ നിങ്ങൾ നാവ് പൊന്തിക്കാത്ത? മയി അനന്തമഹാംബോധൗ വിശ്വം നാമ വികൽപ്പന. നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, പടിപ്പടിയായിട്ട് പറഞ്ഞു പോവാണ്. ആദ്യം പറഞ്ഞതെന്താ? മയ്യനന്ത മഹാംബോധൗ എന്ന് പറയുന്ന വരി 3 ശ്ലോകത്തിലും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റില്ല. ആ മഹാസമുദ്രം നിങ്ങളുടെ ഉള്ളിൽ ആദ്യമായിട്ട് ഒരു ധാരണ ഉറയ്ക്കേണ്ടത് എന്താ? എൻ്റെ ശരീരം മാത്രമാണ് പരിമിതം. എൻ്റെ വ്യക്തിത്വത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബാഹ്യവും സ്ഥൂലവുമായ ശരീരം, ആന്തരവും സൂക്ഷ്മമായിരിക്കുന്ന ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വത്തിൽ പെട്ടതാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 3 ആ വ്യക്തിത്വത്തിൻ്റെ മാനം, ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? മാനം, പരിമാണം എന്ന് 2 മലയാള വാക്കുകളാണ്. മാനം എന്ന് പറഞ്ഞാൽ ആകാശം എന്നൊരർത്ഥമുണ്ട്. പക്ഷേ ആകാശത്തിൻ്റെ മാനത്തിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. മറ്റേ മാനാപമാനം അല്ലാതെ. മാനം എന്ന് പറഞ്ഞാൽ മെഷർ എന്നാണ് അർത്ഥം. പരിമാണം എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ഉൾവ്യക്തിത്വത്തിൻ്റെ പരിമാണം, ദ മെഷർ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയമെൻഷൻ, ദിസ് യു മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീറ്റെയിൻ എവറി ടൈം. നമ്മുടെ വ്യക്തിത്വത്തിൽ 2 ഭാഗമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബാഹ്യവും സ്ഥൂലവുമായ ശരീരം, അത് ഊർജവും ദ്രവ്യവുമാണത്. അത് മാറ്ററും എനർജിയുമാണ്. അതിന് ഉണർവില്ല, സംവേദനക്ഷമതയില്ല, ഉണരാനുള്ള ശക്തിയില്ല, തൊട്ടാൽ അറിയില്ല. ആ ദ്രവ്യോർജ സംഘാതമായ ശരീരത്തെ, ജഡശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ഉൾവ്യക്തിത്വമാണ്. ആ ഉൾവ്യക്തിത്വത്തിലുള്ള മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിനെയും മാനമഹിമകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ മാനമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അനന്തമായിരിക്കുന്ന മഹാസമുദ്രമാണ്. അത് കിണറല്ല, കുളമല്ല, തടാകമല്ല, പുഴയുമല്ല, മഹാസമുദ്രമാണ്. ആ മഹാസമുദ്രമായിരിക്കുന്ന മനുഷ്യ മനസ്സിൽ വിശ്വം നാമ വികൽപ്പന,
ഈ വിശ്വം എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങുന്ന പഞ്ചഭൂതാത്മകം പാഞ്ചഭൗതികമായിരിക്കുന്ന വിശ്വമുണ്ടല്ലോ, ആ വിശ്വം അനന്തമഹാസാഗരമായ എൻ്റെ മനസ്സിൽ ഒരു കൽപ്പന മാത്രമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറയൂ. എന്താ പറയേണ്ടത്? നമ്മുടെ മുൻപിൽ ഒരു ഗോപുരമുണ്ട്, ഇരുഭാഗങ്ങളിലും വെളിച്ചങ്ങളുണ്ട്, മതിലുകളുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് മുകളിൽ കയറി നോക്കിയാൽ സഹ്യാദ്രി ഉണ്ട്. ഈ കാണുന്നതൊക്കെ സ്ഥൂലമയം എന്ന് നമ്മൾ പറയുന്നു. ആരാ പറയുന്നത്? ഇതിലേതെങ്കിലും ഒരു വസ്തു ഞാൻ സ്ഥൂലമാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? ഉവ്വോ. പിന്നെ ആരാ പറയുന്നത്? നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ ഭാഷയിൽ സ്ഥൂലം എന്നുള്ളത് ഒരാശയം മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി an idea evolved by the mind, preserved by the mind. മനസ്സ് സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതിൽ ഉദിക്കുന്നത് മുഴുവൻ പ്രത്യയങ്ങളാണ്, കോൺസെപ്റ്റ്സാണ്. അപ്പം മനസ്സിലാണ് ലോകം. ആ ലോകം എന്ന് പറയുമ്പോൾ ലോകം ഒരു സങ്കല്പമാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സങ്കല്പമാണ്. ആ വിശ്വത്തെ സ്ഥൂലമാണെന്ന് മനസ്സാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിശ്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കൽപ്പനയോ അതോ അത് വിട്ട് അതിനൊരു സ്ഥൂലത്വമുണ്ടോ? ആലോചിച്ച് പറയും. ഞാൻ എണീറ്റ് നിൽക്കണോ? മനസ്സിൻ്റെ ഭാഷയാണ് സ്ഥൂലം, അതിൻ്റെ ഭാഷയാണ് സൂക്ഷ്മം. സ്ഥൂലം എന്ന് പറയുന്നത് സ്ഥൂലം, ഈ രണ്ടക്ഷരം ഉപയോഗിച്ച് നാം സൂചിപ്പിക്കുന്നത് ഒരു ഐഡിയയാണ്, ഒരു പ്രത്യയത്തെയാണ്. ആ പ്രത്യയം സ്ഥൂലമല്ല. അപ്പം നമ്മുടെ മനസ്സിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീതി. നിങ്ങളെല്ലാവരും എൻ്റെ മുൻപിലിരിക്കണു. ഞാൻ എങ്ങനെയാണ് പറയണത് ഇത്ര അധികം ആൾ എൻ്റെ മുൻപിലുണ്ടെന്ന്? എവിടെ നോക്കിയിട്ടാണ് പറയണത്? എൻ്റെ മനസ്സിലുള്ള പ്രതിഫലനത്തെ നോക്കിയിട്ടല്ലേ കൂട്ടരെ? എന്താ മിണ്ടാത്തെ? നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കണ്ണില്ലെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റുമോ? ഞാൻ കിടന്നുറങ്ങിയാൽ നിങ്ങളെ ഉണരാൻ പറ്റുമോ? അപ്പം ഞാൻ ഉണർന്നിരുന്ന് എൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളെ നോക്കി, ആ നോക്കുന്നതിൻ്റെ പരിണത ഫലമായി കണ്ണിൻ്റെ സഹായത്തോടു കൂടി മനസ്സ് നിങ്ങളുടെ ഒരു പ്രതിച്ഛായ എൻ്റെ മനസ്സിൽ തന്നെ രചിക്കുന്നു. മനസ്സ് സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായ മനസ്സ് തന്നിൽ രചിക്കുന്ന പ്രതിച്ഛായ സൂക്ഷ്മമോ സ്ഥൂലമോ? ഇനി 1ാം ക്ലാസ് കുട്ടികളുടെ അടുക്കലേക്ക് പോവാൻ ഞാൻ. കണ്ണിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ മനസ്സിൽ രചിക്കുന്ന പ്രതിച്ഛായ, മനസ്സിൽ രചിക്കുന്ന പ്രതിച്ഛായ സ്ഥൂലമോ സൂക്ഷ്മമോ? സൂക്ഷ്മം. അങ്ങനെ ഒരു സൂക്ഷ്മ വസ്തുവല്ലാതെ മനസ്സിന് എന്തിൻ്റെയെങ്കിലും ഒന്നിൻ്റെ അനുഭവം ഉണ്ടാകുമോ? അപ്പോൾ വിശ്വം എന്ന് പറയുന്നത് മനസ്സിലുദിക്കുന്ന കൽപ്പന സങ്കല്പമല്ലേപ്പാ? മുമ്പ് പറഞ്ഞു വിശ്വം എന്ന് പറയുന്നത് ഒരു സ്ഥൂല വഞ്ചിയാണെന്ന്. പിന്നെ പറഞ്ഞു ആ മഹാസമുദ്രത്തിൻ്റെ തന്നെ ഒരു തരംഗമാണെന്ന്. ഇപ്പോൾ പറയണു മനസ്സ് എന്ന് പറയുന്നത് തരംഗവുമല്ല, സമുദ്രവുമല്ല, ജലമയവുമല്ല. നമ്മുടെ ശരീരം പാഞ്ചഭൗതികമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവ് ഭൗതികമല്ല, അഭൗമമാണ്, ഭൗതികാതീതമാണ്. ആ ഭൗതികാതീതമായിരിക്കുന്ന മനസ്സ് ചേതനാമയമാണ്. ആ ചേതനാമയമായ മനസ്സിൽ, ആ ചേതനയിൽ ഉദിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ പ്രപഞ്ചം. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് ഇവിടെ സ്ഥൂലത്വം? സൂക്ഷ്മ മനസ്സിൽ ഒരു സ്ഥൂല വസ്തു ഉണ്ടാവുമോ? എന്താ വരും മിണ്ടാത്തെ? സ്ഥൂല വസ്തു ഉണ്ടായാൽ പൊട്ടിപ്പോവില്ലേ നമ്മുടെ ശരീരം? ഞാനൊരു പർവ്വതത്തിനെ നോക്കി കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ അതുപോലെ ഒരു സ്ഥൂല പർവ്വതം മനസ്സിൽ ഉണ്ടായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമോ? അപ്പോൾ പിന്നെ മനസ്സിലുണ്ടാവുന്ന പർവ്വതം എങ്ങനത്തതാ? സൂക്ഷ്മപർവ്വതമാണ്.
ആ സൂക്ഷ്മ പർവ്വതത്തെയാണ് കൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന വിശ്വം മുഴുവനും കൽപ്പന മാത്രമാണ്, മനസ്സിലുള്ള പ്രതിഫലനമാണ്. മനസ്സ് സൂക്ഷ്മമായതിനാൽ ഉദിക്കുന്ന ചിന്തകളും ഉദിക്കുന്ന വിചാരങ്ങളും ഉദിക്കുന്ന പ്രതിച്ഛായകളും എല്ലാം തന്നെ സൂക്ഷ്മമേ ആകാൻ തരമുള്ളൂ. അവിടെ ഒരു സ്ഥൂലവസ്തു ഗ്രഹണം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഗ്രഹിച്ചതിനെ മനസ്സ് തന്നെ പറയുകയാണ് സ്ഥൂലം സൂക്ഷ്മം എന്ന് തരംതിരിച്ച് പറയുന്നു. അപ്പോൾ സ്ഥൂലം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാവന സങ്കല്പം, സൂക്ഷ്മം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സുഖം ദുഃഖം എന്ന് പറയുന്നതും സങ്കല്പങ്ങളാണ്, ഭാവനകളാണ്. എവിടെ പോയി കാര്യം? We feel the gross world is there. My dear souls, up to now there is no proof for a gross world at all. Grossness is an idea the mind manufactures, designs and preserves. The mind itself is subtle, subtle. That is why it is present within the body. It is associated with the body, but it is not part of the body, the mind. The mind itself being subtle, all the imprints that it makes are subtle alone. So we don't have a gross universe with us. We only have the perception of a subtle universe. The entire universe being an imagination, being an inner creation brought about by the subtle mind in its own plane. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സമ്മതിക്കോ? അല്ലെങ്കിൽ ബുദ്ധിയെ താഴത്തിട്ടിട്ട് പൊക്കോളൂ. ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കിയേ തീരുള്ളൂ. ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ട് നിർവചിക്കുന്നതല്ല, ബുദ്ധി കൊണ്ട് പറയുന്നതാണ്. പ്രൊവൈഡഡ് യു ഹാവ് ദ ഇൻ്റലിജൻസ് ആൻഡ് യു ആർ ഏബിൾ ടു അപ്ലൈ ദ ഇൻ്റലിജൻസ്, you cannot disagree or set aside this proposition. Your mind is subtle. That is why it is present inside the body, associated with the body, not as a physical part of the body, but as entirely different, but associated with the body. The body itself is a flotation on the mind. That mind is perceiving through the senses. As a result of the perceptions, the mind is forming several imprints in its own plane, in its own region. And all these imprints are subtle, mental and inner. How can there be a grossness for the thought processes, the thoughts and imaginations the mind produces at all? അപ്പം നിങ്ങൾ സാധാരണ ധരിക്കുന്നതും പറയുന്നതുമായ ഈ സ്ഥൂലത്വം 50 താഴെ വീണോ? എന്താ മിണ്ടാതെ? അങ്ങനെ വിശ്വത്തെ പേറി നടക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. വിശ്വത്തിനെ പേറി നടക്കുന്ന മനസ്സ്. വിശ്വത്തിൻ്റെ ഉള്ളിലല്ല നിങ്ങളുടെ മനസ്സ്, വിശ്വം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം, മനസ്സിൻ്റെ ബൃഹത്വം വെളിപ്പെടുത്താനാണ് ഈ ദൃശ്യപ്രപഞ്ചം. ദൃശ്യപ്രപഞ്ചം എന്നൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു കടുകനെ നോക്കുന്ന കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടുമാണ് കടാഹത്തിനെയും നാം ഗ്രഹിക്കുന്നത്. സമുദ്രത്തെ ഗ്രഹിക്കുന്നത്, ആകാശത്തെ ഗ്രഹിക്കുന്നത്, എണ്ണമറ്റ ഗോളങ്ങൾ ആകാശത്തിൽ പരിലസിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മുടെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടുമാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് ഒന്ന് നല്ല പോലെ മനസ്സിലാക്കൂ. അതിശാന്തോ നിരാകാരഃ. അങ്ങനെ വരുമ്പോൾ എന്തായി? ഞാൻ അതിശാന്തനാണ്. എന്നെ ഇളക്കാനോ മറിക്കാനോ, എന്നെ ഇളക്കാനോ മറിക്കാനോ ഒന്നുമില്ല ഈ ലോകത്തിൽ. കാറ്റെൻ്റെ ശരീരത്തിലടിക്കുന്നു, എൻ്റെ മനസ്സിനെ സ്പർശിക്കില്ല. വെടിയുണ്ട ശരീരം തുളയ്ക്കും, മനസ്സിനെ തുളയ്ക്കില്ല. ന്യൂക്ലിയർ ബോംബ് ആൻഡ് എക്സ്പ്ലോഷൻ അഗ്നി വരെ ബാധിക്കും, ആകാശത്തിന് ബാധയുണ്ടാവില്ല. ആ ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്ഥലത്തിലാണ് സർവ്വ അനുഭവങ്ങളും.
ജനിച്ചതും മരിക്കുമെന്നതും ജീവിക്കുന്നതും സുഖദുഃഖങ്ങളും വന്നതും പോയതും ലാഭവും നഷ്ടവും ഉയർച്ചയും താഴ്ചയും എല്ലാം ഈ മനഃസ്ഥലത്തിൽ നടക്കുന്നതാണ്. ആ മനഃസ്ഥലത്ത് ഞാൻ വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു ഈ വിശ്വം എൻ്റെ മനസ്സിൻ്റെ കൽപ്പന മാത്രമാണെന്ന്. വിശ്വം നാമ വികൽപ്പന. ഞാൻ ഈ പറയുന്നത് കേട്ട് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽക്ക് നിങ്ങൾ പറയണം, this wonderful world is nothing but a subtle projection of my own mind. Its existence is not external or outer. Its existence is within me, in the sphere of the mind, as a product manufactured by the mind. It is a mental product, a mental outcome, a mental becoming. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ വിലയിരുത്തൂ നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്, അതിൻ്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്ന്. ഈ ലോകം നമ്മുടെ അടുത്ത് നിന്ന് പിച്ച വാങ്ങുകയാണ്. ദയവ് ചെയ്ത് മഹാത്മാവെ എന്നെ ഒന്ന് കാണൂ, ഞാൻ ഉണ്ട് എന്ന് സമ്മതിക്കൂ എന്ന് നമ്മുടെ മനസ്സിനോട് എരക്കുകയാണ് ചെയ്യണത്. ഈ ലോകം എരപ്പൻ ലോകം. It is begging of me to see it. It is begging of me to pronounce its magnitude. ഭൂമിയെ നോക്കി അത് പരിമിതമാണെന്ന് നമ്മുടെ കണ്ണും മനസ്സുമാണ് പറയുന്നത്. ജലത്തിന് നോക്കി അത് പ്രവഹിച്ച് ഒരേ ലെവലിൽ എത്തിച്ചേരുമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയും കണ്ണുമാണ്. അതേ ഉപകരണങ്ങളാണ്, നമ്മുടെ ഉപകരണങ്ങളാണ് കാറ്റിനെ കൂടുതൽ വ്യാപകത്വം കൽപ്പിച്ചു കൊടുക്കുന്നത്. അവസാനം ആകാശം സർവ്വവ്യാപിയാണെന്ന് പറയുന്നതും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അതേ മനസ്സിനോട് ഒന്നുകൂടി കിണഞ്ഞ് അകത്ത് ചെന്ന് ചോദിക്കൂ, ഈ വിശ്വത്തിൻ്റെ നിൽപ്പ് നിൻ്റെ ഉള്ളിലോ അതോ നിൻ്റെ പുറത്തോ? ഒന്ന് പറയണപ്പാ. നമ്മുടെ ഉള്ളിലോ ലോകം അതോ ലോകത്തിൻ്റെ ഉള്ളിലോ നമ്മൾ? നമ്മുടെ ഉള്ളിലാണ് ലോകം. അതാണ് ഇതിൻ്റെ മഹിമ. നമുക്ക് തോന്നും നമ്മുടെ ശരീരം ലോകത്തിലുണ്ടായതാണെന്ന്. ഞാനത് തർക്കിക്കാൻ പോണില്ല. നമ്മുടെ ശരീരം ലോകത്തിൻ്റെ ഭാഗമാകാം, പക്ഷേ ലോകം മുഴുവനും എൻ്റെ മനസ്സിൻ്റെ ഭാഗമാണ്. ലോകത്തിനാൽ എൻ്റെ മനസ്സ് മുഴുവനാവുന്നില്ല, അത് പിന്നെയും കുതിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഡയമെൻഷൻ അന്തമറ്റതാണ്. അതാണ് അനന്തമഹാംബോധൗ എന്ന് പറയുന്നത്. മൈ അനന്തമഹാംബോധൗ വിശ്വം നാമവികൽപ്പന അതിശാന്തോ നിരാകാരഃ. അങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഈ വിശ്വത്തിന് ആകാരം എന്നൊന്നുണ്ടാവുമോ? ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി. ഈ വിശ്വം എങ്ങ് നോക്കിയാലും വലിപ്പമുള്ളതാ. അങ്ങനെ നിറഞ്ഞ് കാണപ്പെടുന്ന ഒരു വിശ്വത്തിന് ആകൃതി ഉണ്ടോപ്പാ? ആകൃതിയില്ല. നിരാകാര ഏതദേവാഹമാസ്ഥിത. അപ്പം എൻ്റെ നിൽപ്പ് എന്ന് പറഞ്ഞാൽ ശരീരം പരിമിതപ്പെടുത്തുന്നതല്ല. ശരീരത്തിന് പരിമിതിയുണ്ട്. ആ പരിമിത ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ഇറങ്ങിച്ചെന്ന് ആ മനസ്സിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പ്രപഞ്ചത്തിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണു ഈ പ്രപഞ്ചം ഒരു ഓറഞ്ചോളേ ഉള്ളൂ എന്ന്. ആ ഓറഞ്ച് പ്രപഞ്ചത്തെ കാണിച്ചു തരുന്ന എൻ്റെ മനസ്ഥലമുണ്ടല്ലോ, അത് അനന്തമാണ് അതിൻ്റെ വ്യാപ്തി. ഇറ്റ് ഹാസ് എൻ ഇൻഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ്. Its measure is immeasurable. It is deeper than the ocean, vaster than space, and more profound than the entire visible world, if you call it a world. കാര്യങ്ങൾ എവിടെ പോയപ്പാ? ഇത്രയധികം വലിയ ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷൻ പേറിക്കൊണ്ട് നടക്കുന്ന എനിക്ക് എന്താണ് അശാന്തി? എനിക്ക് എന്തെങ്കിലും ഒരു കടുക് പോലും ഈ ലോകത്തുനിന്ന് വേണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൈ ഡിയർ വേൾഡ്, ഐ നീഡ് നത്തിങ് ഫ്രം യു ആൻഡ് ഐ ആം നത്തിങ്. ആൻഡ് ഐ നീഡ് നത്തിങ്. I am abundant. I am full with myself.
with myself. There is not even an iota of space in me where a product of yours, my dear world, can enter and full or fill. Not possible. This is the psychological abundance that you have and you can realize. This is the fullness within you which you can master and allow freely to flow. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇത് ഭാരതമാണ്, ഭാരതത്തിൻ്റെ സംസ്കാരമാണിത്, ഭാരതത്തിൻ്റെ ദർശനശാസ്ത്രമാണിത്. ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും തുടങ്ങിയതല്ല, അനാദികാലം മുതൽക്ക് തുടങ്ങിയതാണ്. ബ്രഹ്മം എന്നൊരു ശബ്ദം തന്നെ ഇങ്ങനെ ഉണ്ടായതാണ്. ഞാനിവിടെ വരുന്നതിന് മുൻപ് കാലത്ത് ദ സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വിചാര സേതുവിന് എഴുതിക്കൊണ്ടിരിക്കുക. സമയം കിട്ടുന്നില്ല. 20ഉം 21ഉമാണ് 2 ദിവസം അതിന് വെച്ചിരിക്കുന്നത്. അതിൽ 20-ാം തീയതി പോയി അതിലെഴുതുകയാണ്. എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ നിൽപ്പ്, ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ ഹേതു, ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ ബുദ്ധിക്ക് എത്താൻ കഴിയാത്ത ദൂരമില്ല, കണ്ടുപിടിക്കാൻ പറ്റാത്ത വസ്തുവിശേഷമില്ല. നമ്മുടെ ബുദ്ധി എല്ലാറ്റിനെയും തുളച്ചു കയറുന്നതാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാണാത്തത് കാണിച്ചു തരുന്നതാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദൗത്യം. നമ്മുടെ കണ്ണ് പുറമേയുള്ള അനന്തതയെ കാണുന്നു, എന്നാൽ ഉള്ളിലുള്ള അനന്തതയിലേക്കോ മനസ്സിലേക്കോ അതിന് പ്രവേശമില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരേ ഉൾഘടകമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബോധനാത്മകമാണ് ആ ബുദ്ധി. അതിന് അറിവ് മാത്രമേ കൈകാര്യം ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അറിവാണ്, നോളേജാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പല ശ്ലോകങ്ങളും വസിഷ്ഠ മഹർഷി പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ മുൻപിൽ വരുന്നത് ഇഷ്ടാവണില്ല. മാറ്റൂ തള്ളൂ എന്ന് പറഞ്ഞ് മാച്ചു കളഞ്ഞ് 42, 43 ശ്ലോകങ്ങളുള്ള ഒരു അധ്യായത്തിൽ ഒരു 10ഓ 12ഓ തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെ തിരഞ്ഞെടുക്കും? ഏതാ അർത്ഥാവണത്? എന്താ ഈ പറയണത്? പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുമോ, രസമുണ്ടാവുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ അവിടുത്തെ ആലോചന? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിലസനം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. Do we have a substance like matter? Do we have anything like a force called energy? Where are they? How relevant are they when we approach them with the fact that we are a mind, we are an intelligence? Is there anything called materiality? Where is this materiality? Is it not a concept made by the mind? Is not spirituality also equally an opposing concept? അൾട്ടിമേറ്റ്ലി എല്ലാം തന്നെ വിചാരാത്മകവും ഭാവാത്മകവുമല്ലേ? അതല്ലാത്തൊരു നില എപ്പോഴെങ്കിലും നമുക്കുണ്ടോ? ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ ഉറങ്ങി എണീക്കും, എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നു, എനിക്കിതാ സുഖമുണ്ട്, ദുഃഖമുണ്ട്, രണ്ടുമില്ലാത്ത നിലയുണ്ട്. ഈശ്വരനുണ്ട്, ഈശ്വര വിശ്വാസമുണ്ട്, ലോകമുണ്ട്, ലോകവിശ്വാസമുണ്ട്. എനിക്കൊരു ശരീരമുണ്ട്, ഉള്ളിലൊരാത്മാവുണ്ട്. ഇതൊക്കെ ഉണ്ട് ഇല്ല എന്ന് മനസ്സ് സങ്കല്പിച്ച് പറയുന്നതല്ലാതെ വേറെ ഒന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടോപ്പാ ഒന്ന് പറയും നിങ്ങൾ. ഇത് ബുദ്ധിയുടെ അങ്ങേ അറ്റത്തെ വിഹാരവും വിനോദവുമാണ്. ബുദ്ധിക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, വേറെ ഒന്നിനും പ്രവേശനമില്ല. അതിശാന്തോ നിരാകാരഃ ഏതദേവാഹമാസ്ഥിത. ഞാൻ ഉള്ളിൽ കിടന്ന് ഈ കാണുന്ന പ്രപഞ്ചം എവിടെയാണ് കാഴ്ച എന്ന് പരിശോധിച്ചു. അത് മനസ്സിലാണെന്ന് മനസ്സിലാക്കി. മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ പരിലസനമാണ്. ആ സൂക്ഷ്മതയിൽ ഒരു സ്ഥൂല വസ്തു ഒരിക്കലും ഉണ്ടാവില്ല. സൂക്ഷ്മ മനസ്സ് സൂക്ഷ്മ സങ്കല്പങ്ങളെ രചിക്കുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് സങ്കല്പാത്മകത്വം മാത്രമേ ഉള്ളൂ. സങ്കല്പം വിട്ട് അതിനൊരു വസ്തുനിഷ്ഠതയില്ല. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതും നിരാകരിക്കുന്നതും എല്ലാം തന്നെ മനസ്സിലാണ്, ബുദ്ധിയിലാണ്. മനസ്സാകട്ടെ സുസൂക്ഷ്മം, മനസ്സിൻ്റെ രചനയാകട്ടെ അതേപോലെ സൂക്ഷ്മം. ആ സൂക്ഷ്മമല്ലാതെ വേറെ ഒന്നുമില്ല.
ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തരി പോലും എൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. ഞാൻ മേടിച്ച വസ്തുവകകൾ എൻ്റെ കുടുംബത്തിൽ അന്യമായി ഇരിക്കുകയുള്ളൂ. എനിക്കുണ്ടായിട്ടുള്ള സന്താനങ്ങൾ വേറെ നിൽക്കുകയുള്ളൂ. ഒരൊറ്റെണ്ണം എൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സ് മാത്രമേ ഉള്ളൂ. ബുദ്ധിയും അഹങ്കാരവും മാത്രമേ ഉള്ളൂ. ആത്മാവുമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല. പ്രപഞ്ചം മുഴുവനും ശൂന്യം. എൻ്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ട കാര്യത്തിൽ ഒക്കെ ശൂന്യം, ദുർബലം. ഹൂ ഹൂ. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നില. എന്തു പറയുന്നു? അല്ലാന്നൊന്ന് പറയും, കേൾക്കട്ടെ. ഞാൻ സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല. സ്വാമിജി, നമുക്ക് ഇന്ന് നിർത്താമോ? എന്തായാലും സമയമായിട്ടുണ്ടോ? വിഷമമുണ്ടോ സ്വാമിജിക്ക് സംസാരിക്കും? ഏതദേവാഹമാസ്ഥിത. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ സുദൃഢമായ അചഞ്ചലമായ സ്ഥിതി കൈവരുന്നു. ഞാൻ എന്നാൽ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. എനിക്കൊരു കുലുക്കമില്ല, ഇളക്കമില്ല. ശരീരം അതിൻ്റെ പാട്ടിലിരുന്ന് കൊള്ളട്ടെ. അതൊരു പ്രകൃതിയുടെ വസ്തുവിശേഷമാണ്. അത് അതിൻ്റെ പാട്ടിൽ നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. എൻ്റെ ഒരു IAS ഓഫീസർ, ഒരു ശിഷ്യനുണ്ടായിരുന്നു, രാകേഷ് മിറ്റൽ എന്നാണ് പേര്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളായിരുന്നു. ആ ആൺകുട്ടികളെക്കുറിച്ച് ആലോചിച്ചും അവരുടെ അച്ഛനമ്മമാർ എന്നുള്ള നിലയ്ക്ക് രാകേഷ് മിറ്റലും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി അരുണ, അവരെക്കുറിച്ച് ആലോചിച്ച് ഞാൻ വളരെയധികം വിഷമിക്കാറുണ്ട്. ആ 2 കുട്ടികൾക്കും ഒരേപോലെ ഒരു 15-16 വയസ്സെത്തിയതോടുകൂടി മസ്കുലർ അട്രോഫി, അങ്ങനെ ഒരു ഡീജനറേഷൻ തുടങ്ങി. അതിന് ഒരു തരത്തിലുള്ള ചികിത്സയും ഒരിടത്തുമില്ല. അത് ഈ കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും വരുമത്രേ. അതിങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് സ്ത്രീ ശരീരത്തിലൂടെയാണ്. അവർക്ക് 2 ആൺകുട്ടികളേ ഉള്ളൂ. പെൺകുട്ടികളില്ലാത്തത് ഒരു നിലയ്ക്ക് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. ക്രമേണ അതിങ്ങനെ വർദ്ധിച്ചു വരും. അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനും IASകാരനായതുകൊണ്ട് മകനൊരു ജോലിയൊക്കെ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു, ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ, അവിടെ കോട്ടേജ് ഇൻഡസ്ട്രി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സൂക്കേട് തന്നെ. 2ാമത്തെ മകനൊരു കട വെച്ച് കൊടുത്തു. അവനുണ്ടോ പാവം, അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന. അവസാനം കട മൂടി. അപ്പോൾ അമ്മ പലപ്പോഴും എന്നോട് പറയും, ഞാൻ ഈ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, അച്ഛനമ്മമാരുടെ കാലം കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവിക്കുക എന്നൊക്കെ. ഒരു ദിവസം അമ്മ എന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, സ്വാമിജി, ഞാൻ ഇത്ര നാളും സ്വാമിജിയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം വേറെയാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടികൾ എത്രയും വേഗം അവർ രക്ഷപ്പെടട്ടെ എന്നാണ്. ഓ, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് പോയിരുന്നപ്പോൾ രാകേഷ് മിറ്റൽ അവിടെ വന്നു. എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഇങ്ങനെയുള്ള കുട്ടികൾ എത്ര കാലം ജീവിക്കുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്, മെഡിക്കൽ സയൻസ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 10-35 വയസ്സ്. നമ്മുടെ മകന് എത്ര വയസ്സായി? 35 കഴിഞ്ഞു. ഞാൻ കണ്ണടച്ച് കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് പോയി അധികം താമസിക്കാതെ ആ മൂത്ത മകൻ മരിച്ചു. ഒരു കൊല്ലത്തിനുള്ളിൽ 2ാമത്തെ മകനും മരിച്ചു. സമാധാനം തോന്നി എനിക്ക്. അവർക്ക് 2 മക്കളല്ലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുണ്ട്, ശമ്പളം കിട്ടിയതുമൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടിക്കും ഒരു ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ കുട്ടികളുടെ പേരിൽ ഒരു സ്മൃതി ഭവൻ എന്ന് പറഞ്ഞ് ഒരു കെട്ടിടമുണ്ടാക്കി. അതിങ്ങനെ അധ്യാത്മവും സോഷ്യലുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ കെട്ടിടം എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്ത് ഹിന്ദിയിൽ സംസാരിച്ചു. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്.
ഈ 2 കുട്ടികളും മരിച്ചു എന്ന് പറഞ്ഞ് അനുശോചിക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇപ്പോൾ. നമുക്കെല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവരുടെ പാട്ടിലിരിക്കും, അച്ഛനമ്മമാർ അവരുടെ പാട്ടിലും ഇരിക്കും. അതിലും മീതെ ഒരു ചരിത്രമൊന്നും രോഗം രചിക്കുന്നില്ല. എങ്ങാനും ചില കുട്ടികൾ അല്പായസായി മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അവരുടെ പേരിലാണ് എന്തെങ്കിലും സ്മരണികകളോ ഈ മാതിരിയുള്ള പരോപകാരപ്രദമായ കാര്യങ്ങളോ ചെയ്യാൻ അച്ഛനമ്മമാർക്ക് തോന്നുക. അതുകൊണ്ട് ഈ മരണം ശുഭപര്യവസായിയാണ്, ദുഃഖപര്യവസായിയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ട്രാജഡി, സെർട്ടൻലി നോട്ട്. നോക്കൂ ഇവിടെ എന്താ നടക്കാൻ പോണതെന്ന്. ഒരു പക്ഷേ ആ കുട്ടികൾ ജീവിച്ചിരുന്നെങ്കിൽ രാകേഷ് മിറ്റലും അരുണയും ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് കാണില്ല. ലോകത്തിൽ പല വ്യവസ്ഥകളുമുണ്ട്, അതിൽ നിഗൂഢമായ ചില മഹത് വ്യവസ്ഥകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത് എന്ന് പറഞ്ഞ് പറയാനുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് കൊല്ലം 2-3 കഴിഞ്ഞു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ക്യാൻസർ പിടിപെട്ടു. അത് മാറുന്നു എന്നൊക്കെ ഡോക്ടർമാർ പറയുമല്ലോ, റേഡിയേഷനൊക്കെ കഴിയുമ്പോൾ മുൻപേ. പെട്ടെന്ന് ബോംബെയിൽ ചെന്ന അവസാനത്തെ നിരീക്ഷണം നടത്തിയപ്പോൾ തരമാകെ മാറി. അവസാനത്തെ ദശ എത്തിയെന്ന് കണ്ടപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാനൊന്ന് പോയി കാണാൻ തീരുമാനിച്ചു. മാജിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേകമായിട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, രാകേഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരീരം അതിൻ്റെ പ്രകൃതി വിശേഷം അനുസരിച്ച് അങ്ങനെ പൊക്കോട്ടെ, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. പ്രകൃതി രചിച്ചതാണ് നമ്മുടെ ശരീരം. പ്രകൃതിയുടെ ശൃംഖലയിൽപ്പെട്ടിട്ടാണ് നമ്മുടെ ജന്മമുണ്ടായത്. അത് അതിൻ്റെ പാട്ടിൽ രോഗബാധിതമോ ആരോഗ്യപ്രദമോ എങ്ങനെയോ അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ. രാകേഷ് എപ്പോഴും വിചാരിക്കണം, ഞാൻ ശരീരമല്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രം സദാ മനസ്സിലുണ്ടാവട്ടെ. ശരീരമല്ല, ശരീരം അതിൻ്റെ പ്രകൃതത്തിന് വിധേയമായി ആയിക്കോട്ടെ. രോഗമാണെങ്കിൽ രോഗം, അതിൻ്റെ ആധിക്യമാണെങ്കിൽ ആധിക്യം. അത് ഡോക്ടർമാരോട് അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുക. അവർ ചെയ്യേണ്ടവരാണ്, ചെയ്യാൻ സാധിക്കും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്? 9 ദിവസത്തിനുള്ളിൽ രാകേഷ് മിറ്റൽ പ്രാണൻ പോയി, ദിവംഗതനായി. അതിൻ്റെ ഉള്ളിൽ അരുണ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും സംസാരിച്ചിട്ടാണ് പോകുന്നത്. അവർ വളരെ സമാധാനത്തോടു കൂടി അവരൊരു മാഗസീനൊക്കെ നടത്തുന്നുണ്ട്, കബീർ ജ്യോതി എന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അരുണ ഭംഗിയായി നടത്തി വരുന്നുണ്ട്. ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ സംസാരിക്കുന്നു നിങ്ങളോട്, എൻ്റെ തൊണ്ട എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് പറയും. അത് അതിൻ്റെ ധർമ്മമാണ്, നടന്നോട്ടെ. ഞാൻ സംസാരിച്ചാണല്ലോ അതിനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്ര സംസാരിക്കേണ്ട, എന്നാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, വളരെ കുറവാണ്. ഒരു ജ്ഞാനയജ്ഞത്തിന് പോയി വന്നാൽ പിന്നെ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവില്ല, വിശ്രമിക്കുന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ധർമ്മം അതിൻ്റെ പാട്ടിൽ നടക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ആ മനസ്സിനെ ഇമാതിരിയുള്ള ചിന്തയിലൂടെ അതിനെ പോഷിപ്പിച്ച് അതിനെ സമ്പുഷ്ടമാക്കി ജീവിക്കണം. ഒന്നും വേണ്ട നമുക്ക് ചിരിക്കാൻ, സന്തോഷിക്കാൻ, ഒന്നും വേണ്ട. നമ്മുടെ പല്ലും ചുണ്ടും മാത്രവും മതി, വേറെ ഒന്നും വേണ്ട. ഈ ഒരു വിചാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മയ്യനന്തമഹാംബോധൗ വിശ്വം നാമ വികൽപ്പന അതിശാന്തോ നിരാകാരഃ ഏതദേവാഹം ആസ്ഥിതഃ. ഇങ്ങനെ വിചാരിച്ച് ഞാൻ പരമതൃപ്തനായി സന്തുഷ്ടനായി ഈ ജ്ഞാനത്താലും ജ്ഞാനമഹിമയാലും ആപ്ലാവിതനായിരിക്കുകയാണ്. ഈ ഒരു അവകാശം, ഈ ഒരു അധികാരം മനുഷ്യജന്മത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമുക്കിനി നാളെ തുടരാം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവതിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ
ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരിഹി ഹരിഹി ഹരിഹി. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാന്നുള്ളത്, ഈ ഓങ്കാരം ജപിക്കുമ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാവർക്കും ജപിക്കുക എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷവും ഉത്സാഹവും തോന്നും. എന്നാൽ അതിൻ്റെ ആ പ്രകടനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോരാന്നൊരു അഭിപ്രായം ഈ സ്വാമിക്കുണ്ട്. ഹരിഹി ഹരിഹി ഹരിഹി.